ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റിയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ റൂമേഴ്സുമായിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാഞ്ചസ്റ്റർ സിറ്റി താരം കെയ്ൽ വാൾക്കർ ക്ലബ്ബ് വിടും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഡേവിഡ് ഓൺസ്റ്റൈൻ പോലെയുള്ള വലിയ വലിയ ജേർണലിസ്റ്റാണ് ഈ ഒരു വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റൂമേഴ്സ് വന്നതിന് ശേഷം AC മിലാൻ, അതുപോലെ അൽ നാസർ, റിയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്നീ ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. എവിടെ പോകണം എന്ന് ഡിസിഷൻ എടുക്കുന്നത് വാൾക്കർ മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നു അൽ നാസർ എന്ന് പറഞ്ഞ ഒരു തലവേദന വന്നതുകൊണ്ട് എന്താകും എന്നെനിക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ കൊടുക്കുന്ന ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5 വർഷം സിറ്റിയിൽ കളിച്ച ഒരു സാലറിക്ക് ആയിരിക്കും അൽ നാസറൊക്കെ ഓഫർ ചെയ്യുന്നത്. അൽ നാസറെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് ബാക്ക് അവർക്ക് ഈ ഒരു കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ അൽ നാസറിൻ്റെ ഒരു ഏരിയയിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും വാൾക്കർ പോലത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ആണെങ്കിൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്ന ഒരു ക്ലബ്ബ് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക. റിയൽ മാഡ്രിഡിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഇപ്പോഴുള്ള ഡിഫെൻസീവിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അറ്റാക്കിങ്ങിലായാലും വേറെ കാര്യം പറയാനുള്ളത്, സിറ്റി വിടാനുള്ള മെയിൻ റീസൺ ബാക്ക് ടു ബാക്ക് ഒരുപാട് മാച്ചസിലായിട്ട് ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ലാലിഗയിലേക്ക് വരുമ്പോൾ അത്രയും വലിയൊരു പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് പ്രീമിയർ ലീഗ് പോലെ അത്രയും ടഫസ്റ്റ് ലീഗല്ല ലാലിഗയിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അത്ര ഈസി എന്നല്ല പറയുന്നത്. ലാലിഗയും പ്രീമിയർ ലീഗും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രീമിയർ ലീഗ് തന്നെയാണ്. അപ്പോൾ എന്താകും എന്ന് കാത്തിരുന്ന് കാണാം ഗൈസ്. ഈ ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നില്ല റിയൽ മാഡ്രിഡ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വേറൊരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ റൂമേഴ്സ് പോലും വരുന്നില്ല. വാൾക്കർ വന്നതിന് ഒരു 2 സീസണൊക്കെ കൂളായിട്ട് കളിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടും അതുപോലെ ചില എമർജൻസി സിറ്റുവേഷനിൽ സെൻറ്റർ ബാക്കായിട്ടും സിറ്റിയിൽ പ്ലേ ചെയ്തൊരു പ്ലെയർ കൂടിയാണ് വാൾക്കർ. എന്തുകൊണ്ടും റിയൽ മാഡ്രിഡിലേക്ക് വരൂ വാൾക്കർ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.